ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 10-ാം അധ്യായം 51-ാമത്തെ ശ്ലോകം മുതൽ. സയേഷ ഭഗവാൻ രാജൻ വ്യതനോദ വിഹതം യശഃ പുരാ രുദ്രസ്യ ദേവസ്യ മായേന അനന്തമായിന അധികരിച്ച വളരെയധികം കൂടിയ മായയോടുകൂടിയ മായനാൽ, ആ മായൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ പുരാവിഹതം പണ്ട് ഹനിക്കപ്പെട്ടതായ രുദ്രസ്യ ദേവസ്യ രുദ്രദേവൻ്റെ യശസ്സിനെ സയേഷ ഭഗവാൻ, ആ ഭഗവാൻ വ്യതനോദ് വിസ്തരിച്ചു പറഞ്ഞു. കസ്മിൻ കർമ്മണി രാജോവാച കസ്മിൻ കർമ്മണി ദേവസ്യ മയോഹൻ ജഗദീശതോ യഥാ ചോപചിത കീർത്തി കൃഷ്ണേനാനേന കഥ്യതാം. കസ്മിൻ കർമ്മണി ദേവസ്യ മയോഹൻ ജഗദീശതോ യഥാ ചോപചിത കീർത്തി കൃഷ്ണേനാനേന കഥ്യതാം. അല്ലയോ മുനി, ലോകേശ്വരനായ മഹാരുദ്രൻ്റെ കീർത്തി ഏത് സംഗതിയാൽ മയൻ നശിപ്പിച്ചു? ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിനേത് വിധം ഉദ്ധരിച്ചു കൊണ്ടുവന്നു? ഈ രണ്ട് സംഗതികളും വിസ്തരിച്ച് പറഞ്ഞു തരണം. നാരദൗവാച, നാരദൻ പറഞ്ഞു കൊടുക്കുക രാജാവിനോട്, യുധിഷ്ഠിരനോട്. നിർജിതാസുര ദേവൈർ യുധ്യനേനോപബൃംഹിതഃ. യുധി അനേന ഉപബൃംഹിതഹ ആണ് ആ വാക്ക്. അനേന ഈ ദേവനാൽ ഉപബൃംഹിതൈഹി വർദ്ധിപ്പിക്കപ്പെട്ട ദേവന്മാരാൽ ദേവന്മാരാൽ യുധി നിർജിതാഹ നിർജയിക്കപ്പെട്ട അസുരന്മാർ മായികളുടെ പരമാചാര്യനായ മയനെ ശരണം പ്രാപിച്ചു. ഭഗവാനായ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് അഭിവൃദ്ധി പ്രാപിച്ച ദേവന്മാർ യുദ്ധം ചെയ്ത് ജയിക്കപ്പെട്ടു. അസുരന്മാരാൽ യുദ്ധം ചെയ്ത് ജയിക്കപ്പെട്ടു. ആ മായാപ്രയോഗ കുശലന്മാരായിരിക്കുന്ന അവരുടെ എല്ലാം പരമഗുരുവായിരിക്കുന്ന മയനെ ദുഃഖനിവൃത്തിക്കായി ശരണം പ്രാപിച്ചു. അതത്രയേ ഉള്ളൂ. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിർജിത അസുര ദേവൈർ അവിടെ നിർത്തുക. യുധ്യനേനോപബൃംഹിതൈഹി, യുധ്യനേനോപബൃംഹിതൈഹി മായിനാം പരമാചാര്യം മയം ശരണമായയോ സ നിർമായ പുരസ്തിസ്രോ ഹൈമീ രൗപ്യായ സീർവിഭോ ദുർലക്ഷ്യാവായ സംയോഗ ദുർവിതർക്യ പരിച്ഛദാം. സ നിർമായ പുരസ്തിസ്രോ ഹൈമീ രൗപ്യായ സീർവിഭു ദുർലക്ഷ്യാപായ സംയോഗ ദുർവിതർക്യ പരിച്ഛദാം. ദദൗ ദാനം ചെയ്യപ്പെട്ട എന്നാണ് അവിടെ. രൂപ്യായ സീർവിഭു ദുർലക്ഷ്യാപായസം യോഗ കാണപ്പെടുവാൻ അപായത്തോടു കൂടിയ സംയോഗത്തോടും, സംയോഗം എന്ന് പറഞ്ഞാൽ ഗമനവും പോക്കും വരവും കൂടിയവയും. അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ടത്. നിങ്ങൾ അതിൻ്റെ അർത്ഥത്തിനെക്കുറിച്ച് മായാപ്രയോഗം കൊണ്ട് മഹാസമർത്ഥനായ ആ മയൻ സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് 3 രാജധാനികൾ പണി ചെയ്ത് അസുരന്മാർക്ക് കൊടുത്തു. ആ പട്ടണങ്ങളൊക്കെ ആവിർഭവിക്കുന്നതും മറയുന്നതും ആർക്കും കാണാൻ സാധ്യമല്ല. അതാണ് മായയുടെ ഒരു വിശേഷമായ ആളാണ് മയൻ. ആ മയനാൽ നിർമ്മിക്കപ്പെട്ട പുരങ്ങൾ ആർക്കും കാണാൻ കഴിയില്ല. അവയിലുള്ള ഉപകരണങ്ങളും അവിടെ ഉള്ള സംഗതികളുമൊക്കെ എന്താണെന്ന് ആർക്കും ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല. താഭിസ്തേ സുരസേനാന്യോ ലോകാം സ്ത്രീൻ സേശ്വരാൻ നൃപ സ്മരന്തോ നാശയാൻ ചക്രോ പൂർവ വൈരം അലക്ഷിത. താഭിസ്തേ സുരസേനാന്യോ ലോകാം സ്ത്രീൻ സേശ്വരാൻ നൃപ സ്മരന്തോ നാശയാൻ ചക്രോ പൂർവവൈരം അലക്ഷിത. ഈ രാജധാനികളിലെല്ലാം കൂടി ആരാലും കാണപ്പെടുവാൻ കഴിയാത്ത വിധം വിചാരിച്ച മാത്രത്തിൽ അതത് ദിക്കിലെത്തിച്ചേർന്ന ആർക്കും കാണാൻ പറ്റുകയില്ല. ഈ 3 പുരങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന അസുര സേനാപതികൾ നേരത്തെ ഉണ്ടായ നമ്മൾ പറയില്ലേ പൂർവ്വ വൈരാഗ്യം ഓർത്തുകൊണ്ട് ദിക്പാലകന്മാരോടുകൂടി 3 ലോകങ്ങളും നശിപ്പിച്ചു അവർ. ഇതുകൊണ്ട് അവരുടെ ആ മയൻ ഉണ്ടാക്കിയ ആ പുരത്തിൻ്റെ വൈഭവം കൊണ്ട്. എന്നാൽ അവരവിടെ താമസിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അവരുടെ ആയുധശേഖരങ്ങളൊന്നും അറിയത്തില്ല. മയൻ്റെ
മായാനിർമ്മിതമായ പുരത്തിൻ്റെ ഗുണങ്ങളാണ് അവർക്ക് കിട്ടിയ ഗുണം അസുരന്മാർക്ക്. തതസ്തേശ്വര ലോക ഉപാസാദ്യേശ്വരം വിഭോ ത്രാഹി നസ്ഥാപകാൻ ദേവ വിനഷ്ടാൻ ത്രിപുരാലയൈഹി. വിനഷ്ടാൻ ത്രിപുരാലയൈഹി എന്ന് വായിച്ചു. അവിടെ അല്ലെങ്കിൽ വിനിഷ്ടാം ത്രിപുരാലയൈഹി എന്ന് വായിച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. വിനിഷ്ടാൻ ത്രിപുരാലയൈഹി എന്ന് വായിക്കാം. തഥാ തേ അനന്തരം ഈശ്വരന്മാരോട് കൂടിയ ആ ലോകങ്ങൾ രുദ്രൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് എല്ലാവരും കൂടി ഇന്ദ്രനും ബാക്കി എല്ലാവരും കൂടി ചെന്ന് രുദ്രൻ്റെ സന്നിധിയിൽ ചെന്നിട്ട്, അല്ലയോ വിഭോ ദേവ, ത്രിപുരങ്ങളെ വാസസ്ഥാനങ്ങളായി സ്വീകരിച്ചിരിക്കുന്ന ഈ മായാവികളെ കൊണ്ട്, അസുരന്മാരെ കൊണ്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നു. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ശ്രീ രുദ്രനോട് അപേക്ഷിച്ചു. അതാനുഗൃഹ്യ ഭഗവാൻ മാ ഭൈഷ്ടേതി സുരാൻ വിഭോ ശരം ധനുഷേ സന്ധായ പുരേഷു അസ്ത്രം വ്യമുഞ്ചത. പുരേഷു അസ്ത്രം വ്യമുഞ്ചത. അപ്പം എന്ത് ചെയ്തു ഭഗവാൻ? രുദ്രന് ക്ഷിപ്രപ്രസാദിയ എന്ത് ചെയ്തു? ഭഗവാന് സർവശക്തനുമായ രുദ്രൻ നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് ദേവന്മാരെ അനുഗ്രഹിച്ച ശേഷം ശരം എടുത്ത വില്ലിൽ സന്ധാനം ചെയ്തു. അതങ്ങ് വലിച്ചു വിടാനായിട്ട് എല്ലാം ഹിറ്റ് ചെയ്തു. അസ്ത്രമന്ത്രത്തെ അഭിമന്ത്രിച്ചുകൊണ്ട് ആ പുരങ്ങളിലേക്ക് വിട്ടു. എവിടെ? ത്രിപുരങ്ങൾ. തതോഗ്നിവർണായിഷവ ഉത്പേതു സൂര്യമണ്ഡലാത് യഥാ മയൂഖസന്തോഹ നാദൃശ്യന്ത പുരോയതഃ. തതോഗ്നിവർണായിഷവ ഉത്പേതു സൂര്യമണ്ഡലാത് യഥാ മയൂഖസന്തോഹ നാദൃശ്യന്ത പുരോയത. ആ ശരത്തിൽ നിന്ന് അഗ്നി പോലെ ഉജ്ജ്വലിക്കുന്ന ആ ബാണങ്ങൾ ആ സൂര്യമണ്ഡലത്തിൽ നിന്നും ഉണ്ടാകുന്ന രശ്മി കൂട്ടത്തെ പോലെ, സൂര്യമണ്ഡലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന രശ്മികൾ നമുക്കറിയാം എങ്ങനെയാണ്. ഭയങ്കര ശക്തിയുള്ള രശ്മികളാണ്. ആ മേൽപോട്ട് പുറപ്പെട്ടു. ആ അസ്ത്രത്തിൽ നിന്ന്, ഭഗവാന്റെ അസ്ത്രമല്ലേ, ആ അസ്ത്ര സമൂഹങ്ങൾ നിമിത്തം പുരങ്ങൾ കാണാൻ പാടില്ലാതെ ആയി. തൈസ്പൃഷ്ട വ്യസവ സർവേ നിപേതുസ്മ പുരൗകസഹ താനാനീയ മഹായോഗി മയക്കൂപരസേക്ഷിപത്. തൈസ്പൃഷ്ട വ്യസവ സർവേ നിപേതുസ്മ പുരൗകസഹ താനാനീയ മഹായോഗി മയക്കൂപരസേക്ഷിപത്. ഈ ബാണങ്ങൾ കൊണ്ട് അടിക്കപ്പെട്ട ത്രിപുരവാസികളായ അസുരന്മാരെല്ലാവരും പ്രാണവിഹീനന്മാരായി താഴ്ത്തു വീണു. പ്രാണനില്ലാത്തവരായി താഴ്ത്തു വീണു. ഉടനെ തന്നെ ആ മായവ പ്രയോഗം കൊണ്ട് മയൻ അവരെ എല്ലാം എടുത്തുകൊണ്ടുവന്ന് താൻ നിർമ്മിച്ച ഒരു കിണറ്റിൽ നിറച്ചിരിക്കുന്ന അമൃതരസത്തിലിട്ടു. അപ്പോൾ പിന്നെ രക്ഷപ്പെട്ടു എല്ലാവരും. സിദ്ധാമൃതരസസ്പൃഷ്ട വജ്രസാരാമഹൗജസഃ ഉത്തസ്തുർമേഘദലന വൈദ്യുത ഇവ വന്യയഃ. സിദ്ധ അമൃത രസ, അമൃത കഴിഞ്ഞ് കോമ ഇടുക, രസസ്പൃഷ്ട എന്ന് വായിക്കണം. വജ്രസാരാമഹൗജസ ഉത്തസ്തുർമേഘദലന വൈദ്യുത ഇവ വന്യയഃ. അമൃതരസ അതിൻ്റെ സ്പർശം കൊണ്ട് തന്നെ അസുരന്മാരെ വജ്രം പോലെ ഉറപ്പുള്ള ശരീരങ്ങളോടുകൂടി മഹാശക്തിമാന്മാരായി മേഘത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ മിന്നൽ പിന്നലുകളെ പോലെ എഴുന്നേറ്റ് വന്നു. വിലോക്യ ഭഗ്നസങ്കല്പം വിമനസ്കം വൃഷധ്വജം ദദായം ഭഗവാൻ വിഷ്ണുഹോ തത്രോപായം അകൽപ്പയത്. അവിടെ വിഷ്ണുഹു നാക്കിയിട്ട് സ വെട്ടുക, പിന്നെ തത്രോപായം അകൽപ്പയത് നാക്കുക. വിലോക്യ ഭഗ്നസങ്കല്പം വിമനസ്കം വൃഷധ്വജം തദായം ഭഗവാൻ വിഷ്ണുഹോ തത്രോപായം അകൽപ്പയത്. ഈ സങ്കല്പം തന്നെ വ്യർത്ഥമായതുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന ശിവനെ കണ്ട് സർവ്വ ഐശ്വര്യപരിപൂർണനായ വിഷ്ണു ഭഗവാൻ കൂപത്തിൽ കിടന്ന അമൃതരസം നശിപ്പിക്കാൻ, കാരണം അമൃതം കണ്ടു ഞാൻ ചെയ്തത് വെറുതെ ആയിപ്പോയില്ലേ എന്നോർത്ത് ശിവന് സങ്കടമായി. അപ്പോൾ എന്ത് ചെയ്തു? അമൃതരസം നശിപ്പിക്കാൻ വേണ്ടുന്ന ഉപായത്തെ അപ്പോൾ തന്നെ തീരുമാനിച്ചു. ഈ അമൃതം ഇനി ഇങ്ങനെ വെച്ചേക്കണ്ട, അവിടെ കുളത്തിനകത്തിട്ടേക്കണ്ടെന്ന്. വത്സ ആസീത് തഥാ ബ്രഹ്മ സ്വയം വിഷ്ണുരയം ഹി ഗൗഹു പ്രവിശ്യ ത്രിപുരം കാലേ രസകൂപ അമൃതം പപൗ. എന്താ ചെയ്തത്? ബ്രഹ്മാവ് കട്ടിയായിട്ടും അപ്പോൾ ബ്രഹ്മാവ് കട്ടിയായിട്ടും അയം സ്വയം വിഷ്ണു, ആ സാക്ഷാൽ വിഷ്ണു ഗൗ പശുവായിട്ടും ആസീത് ഭവിച്ചു. ആ കാലത്തിൽ ത്രിപുരത്തിൽ പ്രവേശിച്ചിട്ട് രസകൂപാമൃതം, രസരൂപ ആയ ആ കൂപാമൃതത്തെ, ആ കുളത്തിലുള്ള അമൃതത്തെ
പവൗ പാനം ചെയ്തു. അതാണ് പറ്റിയത്. തേ സുരാഹ്യപി പശ്യന്തോ ന നിഷേധൻ വിമോഹിതാഃ തദ്വിജ്ഞായ മഹായോഗി രസപാലാനിതം ജഗൗ. തേ സുരാ ഹി അപി പശ്യന്തോ ന നിഷേധൻ വിമോഹിതാഃ തദ്വിജ്ഞായ മഹായോഗി രസപാലാനിതം ജഗൗ. ആ കുളത്തിലെ അമൃതത്തെ കാത്തുരക്ഷിക്കാനായിട്ട് നിർത്തിയിരുന്ന അസുരന്മാർ ഒരു സൈന്യത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പശുവും കുട്ടിയും അമൃതപാനം ചെയ്യുന്നത് കണ്ടെങ്കിലും അത് വിഷ്ണുവിൻ്റെ മായ കൊണ്ടാണെന്ന് മനസ്സിലായില്ല. അത് ആ വിഷ്ണുവിൻ്റെ മായയാൽ മോഹിതരായിപ്പോയി അവർ. ആ പശുവും കുട്ടിയും കുടിക്കുന്നത് കണ്ടതുപോലെ അവരങ്ങ് നിന്ന് കുടിച്ചു. വിഷ്ണു ആണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ, ഇത് പശുവും കുട്ടിയല്ലേ. അപ്പോൾ അവരതിനെ തടഞ്ഞില്ല. അതറിഞ്ഞ മയന് പക്ഷെ മനസ്സിലായി. രസപാലകന്മാരോട് ഇങ്ങനെ പറഞ്ഞു: സ്വയം വിശോകാർത്താൻ സ്മരൻ ദൈവഗതിം ചതാം ദേവോസുരോ നരോന്യോപാം നേശ്വരോസ്തീഹ കശ്ചന. അത് വായിക്കാൻ ശ്രദ്ധിച്ച് വായിച്ചോണം. ഇച്ചിരിയൊക്കെ പ്രശ്ലേഷമൊക്കെ വരുന്നുണ്ട് അവിടെ. സ്വയം വിശോകാർത്താൻ സ്മരൻ ദൈവഗതിം ചതാം ദേവോസുരോ നരോന്യോവാ നേശ്വരോസ്തീഹ കശ്ചന. അത് ദൈവഗതിയെ ഓർക്കുന്നവനായിട്ട് തന്നെത്താൻ ദുഃഖം ഇല്ലാതെയാക്കിയിട്ട് ദുഃഖത്താൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഇപ്രകാരം പറഞ്ഞു. എപ്രകാരം? ദേവനോ അസുരനോ മനുഷ്യനോ അല്ലെ അന്യനോ ആകട്ടെ, ഒരുവനും ഈ ലോകത്തിൽ സമർത്ഥനല്ല. ആരും സമർത്ഥനല്ല എന്ന് മയൻ പറഞ്ഞു. ആത്മനോന്യസ്യ വാദിഷ്ടം ദൈവേനാപോഹിതും ദ്വയോഹോ അഥാസൗ ശക്തിഭി സ്വാഭിഃ ശംഭോ പ്രാഥനികം വ്യഥാത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല തിരുത്താനായിട്ട്. ഈശ്വരേച്ഛ അറിഞ്ഞ യമൻ ദുഃഖിച്ചില്ല. കാരണം അതെങ്ങനെയാണ് വരേണ്ടത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ദുഃഖിച്ചില്ല. താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. പക്ഷേ രുദ്രൻ പ്രയോഗിച്ച അത് മരണപ്പെടാത്തതുകൊണ്ട്, ഈ കൂപത്തിൽ വീണതുകൊണ്ട് അസുരന്മാരെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ അമൃത രസമുള്ള ആ കൂപത്തിലെ ജലം മുഴുവനും കുടിച്ചു പറ്റിച്ചു മഹാവിഷ്ണുവും ബ്രഹ്മാവും കൂടി പശുവിൻ്റെയും കുട്ടിയുടെ കിടാവിൻ്റെയും ആകൃതിയിൽ വന്ന്. അതിനെക്കുറിച്ച് മയൻ ഒട്ടും ദുഃഖിച്ചില്ല. എന്തുകൊണ്ടാണ്? ഈശ്വരഹിതമേ നടക്കുകയുള്ളൂ. നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ, ഭഗവാന്റെ ഇച്ഛയ്ക്ക് എന്ന് നമുക്കിപ്പോൾ ഒരു താത്വികമായി നമുക്ക് പറയാം. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അങ്ങനെ ഒരു ഭഗവാൻ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല. പക്ഷേ എന്തോന്നുണ്ട്, നമ്മളുടെ കൺട്രോളിലല്ല ഈ കാര്യങ്ങളൊന്നും പോകുന്നതെന്ന് പല സമയത്ത് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുമ്പോഴും അനുഭവങ്ങൾ വരുമ്പോഴും നമ്മളുടെ ചെയ്തികൾ കർമ്മങ്ങളിൽ കൂടിയുമൊക്കെ നമുക്ക് മനസ്സിലാകും അല്ലേ. നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചെല്ലാം ഉറപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, പല കാര്യങ്ങളും അതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച പോലെയൊക്കെ. പക്ഷേ അവിചാരിതമായ ചില കാര്യങ്ങൾ കൊണ്ട് പാടേ മാറിപ്പോകുന്ന നമ്മളുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പാടേ മാറിപ്പോകുന്ന അനുഭവങ്ങളും വരുന്നുണ്ട്. അതിനെയാണ് ദൈവേച്ഛ എന്നുള്ള വാക്കിൽ ആധ്യാത്മിക ആൾക്കാർ പറയുന്നത്. അതിനിപ്പോൾ എന്താണെങ്കിലും സയൻസ് ആണെങ്കിലും ഈശ്വരനോട്ടുള്ള അഗാധമായ സ്നേഹം, ഭക്തി, അത് ഭക്തിയുടെ രൂപത്തിൽ കണ്ടാലും ഒക്കെ അതൊരു ലോക സത്യമാണ്. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും നടക്കണമെന്നില്ല. അത് പല കാരണങ്ങളുണ്ട്. നമ്മുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല, വേറൊരാളിൻ്റെ പ്രശ്നം കൊണ്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് മയന് ദുഃഖമുണ്ടാവാതിരുന്നത്. ആത്മനോന്യസ്യ വാദിഷ്ടം ദൈവേന ആപോഹിതും ദ്വയോഹോ അഥാസൗ ശക്തിഭി സ്വാഭിഃ ശംഭോ പ്രാഥനികം യഥാത്. കൂപാമൃതത്തെ രക്ഷിക്കുന്ന അസുരന്മാർ ക്ലേശിക്കുന്നത് കണ്ടിട്ട് അവരോട് പറഞ്ഞു: നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട. ദേവനോ അസുരനോ മനുഷ്യനോ വേറെ ആരോ ഗന്ധർവാദികളോ ആകട്ടെ, ദൈവം തനിക്കോ അന്യനോ നിശ്ചയിച്ചിരിക്കുന്നത് വേറൊരു വിധത്തിലാക്കുവാൻ ആർക്കും ശക്തിയില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ധർമ്മജ്ഞാന വിരക്തി ഋദ്ധി വിസർഗമില്ല കേട്ടോ. ധർമ്മജ്ഞാന വിരക്തി ഋദ്ധി വാക്കെങ്ങനെയാണ്? തപോവിദ്യാക്രിയാദിഭിः രഥം സൂതം ധ്വജം വാഹാൻ ധനുർവർമ്മ ശരാദിയത്. ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, തപസ്, വിദ്യാക്രിയ എന്നീ ശക്തികളെ കൊണ്ട് തേര്, അതിൻ്റെ സാരഥി, അതിൻ്റെ കൊടി, അതിൽ കെട്ടിയിരിക്കുന്ന കുതിരകൾ,
നിൽക്കുന്ന ആളിൻ്റെ കയ്യിലുള്ള വില്ല്, ശരം, അതുപോലെ കവചം മുതലായ സാധനങ്ങൾ നിർമ്മിച്ചു. സന്നദ്ധോരഥമാസ്തായ ശരം ധനുരുപാദതേ ശരം ധനുഷേ സന്ധായ മുഹൂർത്തേഭിജിതീശ്വര മുഹൂർത്ത അഭിജിത ഈശ്വര. അതുകൊണ്ട് ദദാഹ തേന ദുർഭേദ്യ ഹരോധ ത്രിപുരോ നൃപ ദിവിദുന്ദുഭയോ നേതുർ വിമാന ശതസങ്കുല. നേതുർ കഴിഞ്ഞ് നിർത്തുക, പിന്നെ വിമാന ശതസങ്കുല ഒന്നിച്ച് വായിക്കുക. ശിവൻ കവചങ്ങളൊക്കെ ധരിച്ച് യുദ്ധത്തിന് ഒരുങ്ങി തേരിൽ കയറിയിരുന്നു. അഭിജിത് എന്നു പേരായ മുഹൂർത്ത സമയത്ത്, അഭിജിത് സമയം നട്ടുച്ച ആ സമയത്തിൻ്റെ ഒരു ശകലം കഴിഞ്ഞിട്ടുള്ള സമയത്തിനാണ് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് തൻ്റെ വില്ലിൽ ശരം തൊടുത്തു. ഭേദിക്കാൻ കഴിയാതിരുന്ന 3 പുരങ്ങളെയും ദഹിപ്പിച്ചു. അത് ത്രിപുരാന്തകജയ. ശിവൻ്റെ കീർത്തനത്തിൽ പറയുന്നത് ത്രിപുരാന്തകൻ, ത്രിപുരങ്ങളെ നശിപ്പിച്ചവനാണ് ഭഗവാൻ. അത് ത്രിപുരം എന്ന് പറഞ്ഞാൽ അതൊക്കെ വേറെ പറഞ്ഞ ആന്തരിക അർത്ഥങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. ത്രിപുരങ്ങളെ ദഹിപ്പിച്ചു. ആകാശത്തിൽ വിമാനങ്ങളുടെ കൂട്ടം വന്നു നിറഞ്ഞ ദേവാദികളൊക്കെ ദുന്ദുഭി മുഴക്കി ശിവനെ സ്തുതിച്ചു. ദേവർഷി പിതൃസിദ്ധേശ ജയേതി കുസുമോത്കരൈഹി അവാഗിരം ജുഹുഹൃഷ്ട നൃദുശ്ച അപ്സരോ ഗണാഹ നൃദുശ്ച അപ്സരോ ഗണ. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, സിദ്ധന്മാർ, പിന്നെ ജയിച്ചാലും ജയ ജയ എന്ന് പറഞ്ഞ് പുഷ്പങ്ങൾ വർഷിച്ചു. അവൾ സന്തുഷ്ടരായിട്ട് ഗന്ധർവന്മാരൊക്കെ ഗാനങ്ങൾ ആലപിച്ചു. അപ്സരസുകളൊക്കെ നൃത്തം ചെയ്തു. ഏവം ദഗ്ധ്വാ പുരസ്തിസ്രോ ഭഗവാൻ പുരഃ നൃപ ബ്രഹ്മാദിഭി സ്തൂയമാനഃ സ്വധാമ പ്രത്യപദ്യത. ഏവം ദഗ്ധ്വാ എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ചു. പുരസ്തിസ്രോ ഭഗവാൻ പുരഃ നൃപ ഉണ്ടോ. പുരഃ മഹാദേവൻ, ശിവന് ഉള്ള മറ്റൊരു രുദ്രനുള്ളൊരു മറ്റൊരു പേര് പുരഃ. ഇപ്രകാരം തിസ്ര പുര 3 പുരങ്ങളെ ദഗ്ധ്വാ ദഹിപ്പിച്ചിട്ട് ബ്രഹ്മാദികളാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് സ്വധാമ സ്വസ്ഥാനത്തെ പ്രത്യപദ്യത പ്രാപിച്ചു. ഏവം വിധാന്യസ്യ ഹരേ സ്വമായയാ വിഡംബമാനസ്യ നൃലോകമാത്മനഃ വീര്യാണി ഗീതാനി ഋഷിഭിർ ജഗദ്ഗുരോർ ലോകാൻ പുനാനന്യപരം വദാമി കിം. ഏവം വിധാന്യസ്യ ഹരേ സ്വമായയാ വിഡംബമാനസ്യ നൃലോകമാത്മനഃ വീര്യാണി ഗീതാനി ഋഷിഭിർ ജഗദ്ഗുരോർ ലോകാൻ പുനാനാന്യപരം വദാമി കിം. ഗീതാനി ഋഷികളാൽ ഗാനം ചെയ്യപ്പെട്ടതുമായ ഏവം വിധാനി വീര്യാണി പുനാനാൻ അന്യപരം, അങ്ങനെയല്ലേ? അതെ. ഏവം വിധാനി ധാന്യസ്യ വീര്യാണി ഗീതാനി ഋഷിഭിർ ജഗദ്ഗുരോർ സ്വമായയ നൃലോകം മനുഷ്യലോകത്തെ വിഡംബമാനസ്യ അനുകരിക്കുന്ന ആ ജഗദ്ഗുരുവും പരമാത്മാവുമായ ഹരിയുടെ ലോകാൻ പുനാനാനി ലോകങ്ങളെ ശുദ്ധി വരുത്തുന്ന പുനാനാനി ശുദ്ധി വരുത്തുന്നതും ഋഷിഭി ഗീതാനി ഋഷികളാൽ ഗീതം ചെയ്യപ്പെട്ടതുമായ ഏവം വിധാനി ഇപ്രകാരമുള്ള വീര്യാണി പരാക്രമങ്ങൾ ബഹൂനി സന്ധ്യ അനേകങ്ങളുണ്ട്. അപരം കിം വദാമി ഇനി എന്ത് ഞാൻ പറയണം? ഭഗവാന്റെ ഓരോ ലീലകൾ ഒരുപാടുണ്ട്. ഞാൻ പിന്നെ എന്താണ് പറയേണ്ടത്? ഹരി ഓം. ഇത് അധ്യായം കഴിഞ്ഞു. ഓം ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ ത്രിപുര വിജയോ നാമ 10മോऽധ്യായः.